ശബരിമലയിൽ പൂജാദ്രവ്യങ്ങളും സാധനങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കാൻ കേന്ദ്രീകൃത സ്റ്റോർ സംവിധാനം നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ്. ഈ തീർത്ഥാടന സീസൺ മുതൽ പദ്ധതി നിലവിൽ വരും. പൂജാദ്രവ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും കൃത്യസമയത്ത് സാധനങ്ങൾ ലഭിക്കാനും പ്രത്യേക ഉദ്യോഗസ്ഥനെയും ചുമതലപ്പെടുത്തും. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, വലിയ പരിഷ്കാരങ്ങളാണ് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേന്ദ്രീകൃത സ്റ്റോർ എന്നൊരു ആശയത്തിലേക്ക് നീങ്ങുന്നത്? നമുക്കറിയാം, ശബരിമലയിൽ ഓരോ തീർത്ഥാടന കാലത്തും കോടിക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. അവിടെ എത്തുന്ന ഇത്തരത്തിലുള്ള ഭക്തരെ, അതായത് വഴിപാടുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അടക്കമായിട്ടും ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഭക്തരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പൂജാദ്രവ്യങ്ങളും സുഗന്ധദ്രവ്യങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ, സാധനങ്ങളടക്കം അവിടെ കച്ചവടത്തിനെത്തുന്ന ഇടനിലക്കാർ വലിയ തോതിൽ അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള പരാതികൾ ഉയർന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ തടയിടുന്നതിനായിട്ടാണ് ഒരു കേന്ദ്രീകൃത സ്റ്റോർ സംവിധാനം നടപ്പാക്കുവാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന തീർത്ഥാടന കാലം മുതൽ തന്നെ ശബരിമലയിൽ ആ ഒരു സ്റ്റോർ സംവിധാനം പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുക. ഒപ്പം തന്നെ സുതാര്യതയോടുകൂടി ഭക്തർക്ക് സുഗമമായി തന്നെ അവരെ വഞ്ചിക്കാതെ തന്നെ, അവർ ചൂഷണത്തിന് ഇരയാകാതെ തന്നെ അവർക്ക് പൂജാദ്രവ്യ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു കണക്കെടുപ്പുണ്ടാകും. അവിടെ എത്തിക്കുന്ന സാധനങ്ങളുടെ കണക്കെടുപ്പും ഒപ്പം തന്നെ അവിടെ നിന്ന് ഭക്തർ വാങ്ങുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള, വിതരണം ചെയ്യുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായുള്ള കണക്കും ഈ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാകും. അത് സുതാര്യമായി നടപ്പാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഒപ്പം തന്നെ ഭക്തർക്കും സുതാര്യമായി തങ്ങളുടെ വഴിപാടുകൾ ചെയ്തു പോകുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്നതുകൂടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സുഗമമായി നടത്തിക്കഴിഞ്ഞാൽ വരുന്ന ക്ഷേത്രങ്ങൾ, ഇതിനുശേഷം സംസ്ഥാനത്തെ മറ്റ് മേജർ ക്ഷേത്രങ്ങളിലടക്കം ഇത്തരത്തിൽ മാതൃകയിൽ ഒരു കേന്ദ്രീകൃത സ്റ്റോർ നടപ്പാക്കുവാനുള്ളൊരു നീക്കം കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ആശ്വാസമായിരിക്കും നൽകുന്നത്. കാരണം പല ഇടനിലക്കാരുണ്ട്, പല തരത്തിലാണ് ഇവരിൽ നിന്ന് ഈ ഒരു പൂജാദ്രവ്യ സാധനങ്ങൾക്കായിട്ട് പണം ഈടാക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലാകുമ്പോൾ അത് സുതാര്യമായി നടപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഖി ഗൗതം. ശരി, വീണ, വ്യക്തമാണ്.